ഹലോ, നമസ്കാരം. ബിഗ് ബോസിൻ്റെ ആദ്യത്തെ തള്ളൽ കേൾക്കുമ്പം തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഇത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറാണ്. ഞാനത് പറഞ്ഞപ്പം എനിക്കെന്തടാ ബിഗ് ബോസിനെ കുറിച്ചറിയാം. 7ൻ്റെ പണിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് പണി കൊടുക്കാൻ നോക്കിയ ബിഗ് ബോസിനിട്ട് പണി കിട്ടിക്കൊണ്ട് നിൽക്കുവാന്ന് മക്കളെ. അവിടെ ഇപ്പം വന്നിട്ടുള്ളത് ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വന്നിട്ടുള്ള കേസ് ഷഡ്ഡി കേസ്. നാണക്കേട്. എൻ്റെ ചാനലടിച്ചു പോകുമോ ഇതെല്ലാം പറയുമ്പോൾ എന്നാണ് എൻ്റെ പേടി. ആന്ന് ഷഡ്ഡി കേസ്, പിന്നെ ചായ കേസ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിനി, പക്ഷെ ചായയിൽ തുമ്മിയ ചായയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല, ചായ ഉണ്ടാക്കാൻ വിട്ടില്ല. എടോ, എനിക്ക് ഒരു ചായ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് കടുപ്പത്തിൽ വേണം, അല്ലെങ്കിൽ കടുപ്പില്ലാതെ വേണം, അല്ലെങ്കിൽ മധുരം കുറച്ച് വേണം, മധുരം ഇല്ലാതെ വേണം. അതൊക്കെ നമ്മളെ വീട്ടിൽ നടക്കും. ഇങ്ങനെ ഒരു ഷോയിൽ വന്നിട്ട് നടക്കൂല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു ഓപ്ഷൻ ഉള്ളത് എന്താണ്? നമുക്ക് വേണമെങ്കിൽ ഒരു ചായ ഇട്ട് കുടിക്കാം. അവരുണ്ടാക്കി തരുന്ന ചായ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനൊരു ചായ ഉണ്ടാക്കാം. അത് ഉണ്ടാക്കാൻ പോകുമ്പോൾ അതിന് വിട്ടിട്ടെങ്കിലോ അവരോട് മാന്യമായിട്ട് പറയാം, എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഉണ്ടാക്കണം. എന്നാലും വിട്ടിട്ടെങ്കിലോ അവിടെ അടി ഉണ്ടാവില്ലേ? അങ്ങനെ വന്നൊരടിയാണ് ചായ അടി. പിന്നെ അതേ ആളെ തന്നെ പ്രൊവോക്ക് ചെയ്യാൻ ചട്ടി എടുത്ത് നടക്കൽ. ഇതെല്ലാം എന്നിട്ട് പബ്ലിക്കായിട്ട് കാണുന്ന സ്ഥലത്ത് വന്നിട്ട് ഇരുന്നിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് പറച്ചൽ. ഇതിപ്പോൾ ആര് ബിഗ് ബോസിൽ തിളങ്ങി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ തിളങ്ങി നിന്ന ആൾ രേണു സുധിയാണെങ്കിൽ എല്ലാം കുപ്രസിദ്ധിയാണ്, എന്നാലും പറയാം. തിളങ്ങി നിന്ന ആൾ രേണു സുധിയാണെങ്കിൽ ഇന്ന് തിളങ്ങി നിൽക്കുന്നത് ഗിസൈൽ, ആലപ്പുഴക്കാരി ഹിന്ദിക്കാരി ഗിസൈൽ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വാഴത്തോട്ടം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാനാണ് വാഴകളെല്ലാം അടിച്ച് പരത്തും എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, എന്തിനോ വേണ്ടി തിളക്കുന്ന കുറേ സാമ്പാറുകൾ ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ കലപില. ബിഗ് ബോസ് അതിനെക്കാട്ടിയും പ്രശ്നം. സൗണ്ടിൽ എന്തെന്നാ ഒരു സീരിയസ്നെസ് ഇല്ല. വോയിസിൻ്റെ ബിഗ് ബോസ് വോയിസ് പറയുന്നത് കേൾക്കണ്ടേ? ബിഗ് ബോസ് പറയുന്നെങ്കിൽ ആളുകൾ കേൾക്കണ്ടേ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബിഗ് ബോസ് പറയുന്നെങ്കിൽ ആൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അതൊന്നും പറയുന്നത് കേൾക്കുന്നില്ല. ക്യാപ്റ്റൻ പറഞ്ഞു നോക്കി, ബിഗ് ബോസ് പറഞ്ഞു നോക്കി, ചലപില ഒരു കാര്യമില്ലെന്ന്. എന്തേലും ഒരു കാര്യം വേണ്ടേ? നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. അവിടെ വെച്ച് അവളുടെ കിച്ചൺ ഡ്യൂട്ടി അല്ല, അവൾ എന്തിനു ചായ ഉണ്ടാക്കും? അവൾ ചായ ഉണ്ടാക്കുവാണ്. അത് നോക്കിയിട്ട് ഞാൻ ചായ ഉണ്ടാക്കും എനിക്ക് വേണ്ടി മാത്രം. ബിക്കോസ് എനിക്ക് അവളുടെ ചായ ഇഷ്ടമല്ല, വെള്ള ചായ. അതുകൊണ്ട് ഞാൻ എന്റെ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ അവള് ഈ ഗ്യാസ് ഓഫ് ചെയ്തു. ഓക്കെ, തിളപ്പി പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. പിന്നെ അവൾ എന്റെ ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ ഞാൻ ഓൺ ചെയ്തു. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അവളുടെ ഗ്യാസ് ഓഫ് ചെയ്തു. അത് നീ എന്തിനാ പിന്നെ എന്റെ ഗ്യാസ് ഓഫ് ചെയ്തു? ഞാൻ ഉണ്ടാക്കട്ടെ, എനിക്ക് ഇഷ്ടമാണ്, ഗ്യാസ് തീരും. അത് ചായ ബോയിൽ ആകട്ടെ. ചായ ബോയിൽ ആയിട്ട് ഞാൻ എടുക്കട്ടെ. എനിക്ക് കിട്ടിയില്ല. ഇപ്പൊ വീട്ടിൽ വന്ന് അവള് എന്തോ അകത്ത് ബാത്റൂമിന്റെ അകത്ത് കൊണ്ടുപോയായിരുന്നു. മനസ്സിലായില്ലേ? അത് അവൾക്കറിയാം. അതിന്റെ മുമ്പിൽ അവൾ എന്റെ പാൻറ്റി ഇല്ലേ, എന്റെ പാൻറ്റി ഉണങ്ങി അവിടെ കിടക്കുമായിരുന്നു. ചെറുക്കന്മാര് കണ്ടപ്പോ അതും അവളെ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ച് കളിച്ച് അതിന്റെ കൂടെയും അവള് കളിക്കുമായിരുന്നു. അതും അവൾ അകത്ത് പോയി. പിന്നെ ചായ വെച്ചതിന് കംപ്ലൈൻറ്റ്, ഷഡ്ഡി എടുത്ത് കളിച്ചു. എന്തൊക്കെയാടേ? ഇനിയുള്ളതാണ് അടിപൊളി പണിയാണ്. 7ൻ്റെ പണിയൊന്നല്ല, ഇത് 8ൻ്റെ പണി തന്നെയാണ് ആളുകൾക്ക് കിട്ടാൻ പോകുന്നത്. എന്ത് പണിപ്പുര എന്ന് പറഞ്ഞ ഐറ്റംസ്. ഇതിൽ ആദ്യമേ ബിഗ് ബോസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരുടെ ഡ്രസ്സുകൾ അവിടെ പൂട്ടി വെച്ചിട്ടുണ്ട് അല്ലേ?
പൂട്ടി വെച്ചപ്പോൾ ഇവർ വിചാരിച്ചു ആ ബാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കൈക്ക് കെട്ടുന്ന ബാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡ്രസ്സെല്ലാം തിരിച്ച് കിട്ടും. ആകെ 3 ബാൻഡേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഡ്രസ്സെല്ലാം അടിച്ച് മാറ്റാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇപ്പം എന്താക്കിയിട്ടുണ്ട്, നല്ല പണി, 8ൻ്റെ പണി കൊടുത്തിട്ടുണ്ട്. പണിപ്പുര ടാസ്ക് ആദ്യം തന്നെ തോൽവിയായി. അത് മറ്റൊരു കാര്യം, അത് പൊളിഞ്ഞു. അതായത് ബിഗ് ബോസിൻ്റെ പ്ലാനല്ല, ഇവരുടെ പ്ലാൻ പൊളിഞ്ഞു. ഇതിലിപ്പം പണിപ്പുര എന്ന് പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഇവരുടെ ഡ്രസ്സുണ്ട്, വേണ്ട ഭക്ഷണത്തിൻ്റെ സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇവർ തിരഞ്ഞെടുക്കുന്ന അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഏതെങ്കിലും ഒന്നേ എടുത്തിട്ട് വരാൻ പറ്റും. അതൊന്ന് ഇവർ കളിക്കുന്ന ടാസ്കിന് കിട്ടുന്ന പോയിന്റ്, ലക്ഷറി പോയിന്റ് അനുസരിച്ചിട്ട് അതിന് ഓരോരോ വിലയും ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളെ എടുത്തിട്ട് വരാൻ പറ്റും. ഇപ്പോൾ ഒരു ഘട്ടം വരുമ്പോൾ എന്ത് വരും, ഭക്ഷണം വേണോ ഡ്രസ്സ് വേണോ എന്നുള്ള അവസ്ഥ വരും. പോയിന്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതിപ്പോൾ എടുക്കാൻ പോകുന്നവൻ്റെ ഡ്രസ്സ് അവനെ എടുത്തിട്ട് വന്നാൽ മറ്റുള്ളവൻ തല്ലൂലേ, ആടപ്പണി കിട്ടൂലേ, അത് കിട്ടോ. അപ്പോൾ ഓൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് വരാൻ പറ്റൂല. എന്നാൽ എല്ലാവരെയും ഡ്രസ്സ് ഓരോന്ന് എടുക്കാമെന്ന് വിചാരിച്ചാലോ ഭക്ഷണം എടുക്കാൻ പറ്റൂല. അപ്പം ഭക്ഷണം കിട്ടിയില്ല എങ്ങനെയാണ് ജീവിക്കുക, അതും പ്രശ്നമല്ലേ. അപ്പോൾ നല്ല പണിയാണത്. പക്ഷേങ്കിൽ ചില കമൻറ്റുകൾ കണ്ടു, ബേസിക് നീഡ്സാണ് ഭക്ഷണം വസ്ത്രം എന്നെല്ലാം പറയുന്നത്. അതിന് പകരം ബിഗ് ബോസ് ഒരു വസ്ത്രം കൊടുക്കുന്നുണ്ടല്ലോ, അത് ഉപയോഗിക്കണം. മോഹൻലാൽ വന്നിട്ട് പറയുന്ന വീക്കെൻഡിൽ ഇതുപോലെയുള്ള ജേഴ്സിയെല്ലാം ഇട്ടിട്ട് ഇരിക്കേണ്ടി വരും. ഇവരെല്ലാം അടിപൊളി പരിപാടി നടക്കില്ല മക്കളെ. 7ൻ്റെ പണി തന്നെയാണ്, 7ൻ്റെ പണിയല്ല 8ൻ്റെ പണി. 8ൻ്റെ പണി എങ്ങടെ പിടിക്കുക എന്നാണ് പറഞ്ഞിട്ടില്ലേ ബിഗ് ബോസ്. 8ൻ്റെ പണി. ഇന്ന് നമ്മളെ രേണു സുധീൻ്റെ പാട്ടുണ്ടായിരുന്നു കേട്ടാ, അത് വേണമെങ്കിൽ കുറച്ചിട വെക്കാം. അതിന് മുമ്പ് ഇതൊന്ന് കണ്ടു നോക്ക്, പണിപ്പുര ടാസ്ക്. എല്ലാം തിരിച്ചു വെപ്പിച്ചു ബിഗ് ബോസ്, എല്ലാം തിരിച്ചു വെപ്പിച്ചു. ഒന്നും സമയത്തിന് കിട്ടാത്തതുകൊണ്ട് എല്ലാം തിരിച്ചു വെപ്പിച്ചു. പണിപ്പുരയിൽ പോയവർ 3 പേർ ക്ലാസ് പാർട്ടിയുടെ മുന്നിൽ വന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ പണിപ്പുരയിലെ 2 അവസരങ്ങളിൽ ആദ്യത്തെ അവസരം കഴിഞ്ഞു. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നല്ലോ, അഭിനന്ദനങ്ങൾ. പക്ഷേ സമയത്തിനുള്ളിൽ തിരികെ തന്നില്ല. എടുത്ത മുഴുവൻ വസ്തുക്കളും തിരികെ വെക്കേണ്ടി വരും. ഇനി നമുക്ക് രേണു സുനേൻ്റെ പാട്ടും ആര്യൻ്റെ ഡാൻസും കാണാം. രേണു സുന എന്നൊക്കെയാണ് എല്ലാവരും വിളിക്കുന്നത്. ഞാനും അങ്ങനെ പിടിച്ചൊരു കോമഡിക്ക് വിളിച്ചു എന്നേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ സുന എന്ന് പറഞ്ഞാൽ വേറെ ഗോട്ട് ഒന്നും പറയുന്നില്ല. സംഭവം ഒന്ന് കേൾക്കാം. പിന്നെ നമ്മളെ ഉച്ചിഷ്ടൻ നമ്മളെ ഷാരിക ടോപ്പാട്ടാ അടിയുണ്ട്, ചേച്ചിയുണ്ട്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസ് വിശേഷങ്ങൾ. അടുത്ത വിശേഷങ്ങളുമായി പിന്നെ വരാം കേട്ടോ. അപ്പോൾ സുലാൻ.